ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. എക്സലിൻ്റെ ഫങ്ഷൻസ് കീകളെ കുറിച്ച് ഇന്നലെ ഒരു ക്ലാസ് ഇട്ടിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ അറിയിച്ചോളൂ, മനസ്സിലായില്ലെങ്കിലും അറിയിക്കണം. ഓക്കെ, ഫങ്ഷൻസ് കീ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കീകളും ഇമ്പോർട്ടൻ്റ് ആണ്. ജോലിക്ക് പോകുന്നവരാണെങ്കിലും കമ്പനിയിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും ഫങ്ഷൻസ് കീ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൗണ്ട്, ഡേറ്റ്, കൗണ്ട് ഇഫ്. ഓക്കെ, കൗണ്ട്, ഡേറ്റ് ഇഫ്, കൗണ്ട് ഇഫ്. ക്ലിയർ ആയല്ലോ? എല്ലാ ദിവസവും ക്ലാസ് എടുക്കും. അപ്പോൾ മൂന്നെണ്ണം വെച്ചായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, കുറേ കുട്ടികൾ ടൈപ്പ് ചെയ്യാതെ വേഡിലെ പോലെ വെറുതെ ടൈപ്പ് ചെയ്ത് തോന്നിയോണം ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്താൽ ഇതൊന്നും വർക്കിംഗ് ആവില്ല. ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഈ കണ്ടീഷൻസ് ശരിയാവില്ല. 2-3 പ്രാവശ്യമെങ്കിലും ഒരു ഫങ്ഷൻസ് ചെയ്ത് നോക്കണം. പിന്നെ ടൈപ്പ് ചെയ്യാതെ നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് സെല്ലുകളിൽ വെറുതെ ഈക്വൽ ടു സം അങ്ങനെയൊന്നും ചെയ്ത് നോക്കാൻ പാടില്ല. അത് വർക്ക് ചെയ്യില്ല. ഫസ്റ്റത്തെ ക്ലാസ് കൗണ്ട് ആണ്. എന്താണ് കൗണ്ട് എന്നറിയാതെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തിട്ട് കാര്യമില്ല. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് കൗണ്ട് ഇഫ് ആണ്. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് അല്ലേ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണത്തെയാണെന്ന് പറയുന്നത് കൗണ്ട് ഇഫ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ടുള്ളത് ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നില്ല, കാരണം അത് പ്രാക്ടിക്കലൂടെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് ഡേറ്റ് ഇഫ് എന്താണെന്നാണ് പറയുന്നത്. 2 തീയതികൾക്കുള്ളിൽ എത്ര വർഷങ്ങളുണ്ട്, എത്ര മാസങ്ങളുണ്ട്, എത്ര ഡേയ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡേറ്റ് ഇഫ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലോട് തന്നെ മനസ്സിലാക്കി തരും. ഒരു വർഷത്തിനുള്ളിൽ എത്ര ഡേയ്സ് ഉണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഒരു വർഷത്തിനുള്ളിൽ എത്ര മാസമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെയല്ല, എത്ര ആയിക്കോട്ടെ, ആ വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ഡേയ്സ് ഉണ്ട്, എത്ര വർഷം ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡേറ്റ് ഇഫ്. ക്ലിയർ ആയല്ലോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നലത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫങ്ഷൻസ് ആണ് വീണ്ടും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇന്നലത്തെ സമ്മ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഫങ്ഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നെണ്ണം ഞാൻ ക്ലാസ് എടുത്തിരുന്നു. ഇതിൽ 3 എണ്ണമായിട്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ കൗണ്ട് എടുത്തിരുന്നില്ല, അപ്പോൾ കൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ട്, ഡേറ്റ് ഇഫ്, കൗണ്ട് ഇഫ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ 3 ഫങ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, പറഞ്ഞിരുന്നൊക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൗണ്ടാണ് തുടങ്ങുന്നത്. കൗണ്ടിനെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കണം. ഏതുപോലെ? വെറുതെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തോന്നിയ പോലെ ചെയ്യരുത്. ഇതുപോലെ തന്നെ വേർഡായിട്ടും പിന്നെ ന്യൂമറിക്കലായിട്ടും ഓരോ സെല്ലുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നോക്കിയേ, ഒരു സെല്ലിൽ വേർഡാണ് ചെയ്തിരിക്കുന്നത്, വേറൊരു സെല്ലിലും വേർഡാണ്, പിന്നെയുള്ളതൊക്കെ സംഖ്യകളായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും ഒരു സെല്ലിൽ അല്ലേ, കൗണ്ട് എന്താണെന്ന് ആദ്യം അറിയണം കേട്ടോ. കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ഓ അതിലധികമോ, കുറേ സെല്ലിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതാണ് 2ഓ അതിലധികമോ എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ സെല്ലുകളുള്ള ഡാറ്റ റേഞ്ചിലെ സെല്ലുകളുള്ള ഡാറ്റ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനെയാണ് ഡാറ്റ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ഡാറ്റ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാറ്റ റേഞ്ചിലെ സംഖ്യകളുടെ എണ്ണം കണ്ടെത്താൻ ആണ് എന്തുപയോഗിക്കുന്നത്, കൗണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര സെല്ലുകളിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എത്ര സെല്ലിലാണെന്ന് കൗണ്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഫ്രഷ് ആയിട്ടുള്ള സെല്ലിൽ വെച്ചു, അതിനുശേഷം ഈക്വൽ ടു കൊടുത്തു, കൗണ്ട് കൊടുത്തു. എന്താണ് കൗണ്ട് കൊടുത്തതിന് ശേഷം ടാബ് കൊടുത്തു. ടാബ് കൊടുക്കുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ് അല്ലേ. അതിനുശേഷം എന്ത് കൊടുക്കുക, ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്യുന്നതിനെയാണ് വാല്യൂ 1 എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലേ. കൗണ്ട് ഈക്വൽ ടു ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, വാല്യൂ 1. എവിടെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ചോദിക്കുന്നത്, ഡാറ്റ റേഞ്ച് അല്ലേ, ഇതിനെ ഡാറ്റ റേഞ്ച് എന്നും പറയുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് കൊടുക്കുക, ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലോ, 4 നമ്പേഴ്സ് ആണ് ഈ സെലക്ട് ചെയ്ത ഭാഗത്ത് ഉള്ളത്.
ഫോർ നമ്പേഴ്സ് ആണ്. എത്ര സെല്ലുകളുണ്ട്, എത്ര സെല്ലുകളിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഏത് ന്യൂമറിക്കലായിട്ടുള്ള കാര്യങ്ങൾ എത്ര സെല്ലിൽ ടൈപ്പ് ചെയ്തു എന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വേറൊരു സെക്ഷനായിട്ട് പറയുന്നത് കൗണ്ട് തന്നെയാണ്. ഈ കൗണ്ട് എന്ന് പറയുന്നതിൽ നമ്പേഴ്സ് മാത്രമല്ല കമ്പ്യൂട്ടർ എടുക്കുന്നത്, ഡേറ്റ് അല്ലേ, 20/5/2020 ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേർഡായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഇവിടെയും വേർഡ്, പിന്നെ ടൈമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം സെറ്റ് ചെയ്തിരിക്കുന്ന സെല്ലും ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന സെല്ലും നമ്പേഴ്സ് ആണെങ്കിലും ഒരുപോലെയാണ് കമ്പ്യൂട്ടർ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഡേറ്റ് ആയാലും ടൈം ആയാലും നമ്പേഴ്സ് നേരത്തെ പോലെ തന്നെ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തല്ലോ, സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെല്ലിൽ നമ്മൾ ന്യൂമറിക്കലായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സെല്ലിൽ ടൈം ചെയ്തിട്ടുണ്ട്, ഒരു സെല്ലിൽ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ചെയ്തതും നമ്പേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ബ്ലാങ്ക് സെല്ലിൽ കൊണ്ടുവച്ചതിന് ശേഷം എന്താണ്, കുറച്ചുകൂടി സൂം ചെയ്യുന്നുണ്ട്, ഈക്വൽ ടു, ആദ്യം സമം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ കൗണ്ട് നമ്മൾ കൊടുത്തു, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടാബ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെലക്ട് ചെയ്യുക, ഇതുപോലെ സെലക്ട് ചെയ്യുക, വാല്യൂസ് 1 അല്ലേ. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ 8 എന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എണ്ണി നോക്കിയേ, 1 2 3 4 5 6 7 8. ഇപ്പോൾ മനസ്സിലായല്ലോ? ന്യൂമറിക് ആണെങ്കിൽ പോലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒരു സെല്ലിൽ ഡേറ്റോ അല്ലെങ്കിൽ ടൈമോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഉണ്ടെങ്കിൽ ഒരേപോലെ തന്നെയാണ് കണക്കാക്കുന്നത്, എന്ത് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഓക്കെ, കൗണ്ട് ഇഫ് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക ഫസ്റ്റ്. അതിനുശേഷം ഐറ്റം എന്നുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ കുറച്ചും കൂടി സൂം ചെയ്ത് വെക്കുക. ഇതുപോലെ കൗണ്ട് ഇഫ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ വീറ്റ് ഫ്ലവർ, മൈദ, റാഗി ഫ്ലവർ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കൗണ്ട് ഇഫ് ചെയ്യുക. ഇവിടെയാണ് കൗണ്ട് ഇഫ്, ഈ സെല്ലിലാണ് കൗണ്ട് ഇഫ് ചെയ്യുന്നത്. എന്തിനാണ് കൗണ്ട് ഇഫ് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻ അല്ലേ. നമ്മൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ ലിസ്റ്റിലുള്ള പ്രകാരം ഐറ്റംസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് വരാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, കൗണ്ട് ഇഫ് ഉപയോഗിക്കുന്നത്. ഇഫ് എന്ന് വെച്ചാൽ കണ്ടീഷൻ, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ക്ലിയർ ആണോ നോക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണമാണ് എന്ത് കൗണ്ട് ഇഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? നമ്മൾ കുറച്ച് ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ മൈദ തന്നെ കുറേ സെല്ലുകളിൽ വന്നിട്ടുണ്ട്, റാഗി ഫ്ലവർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, റൈസ് ഫ്ലവർ വേറെ വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മൈദ എന്നുള്ളൊരു സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ മൈദ എന്നുള്ളത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അടുത്ത സെല്ലിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതുപോലെ നേരെ ഒരു സെല്ലിൽ കൊണ്ടുവയ്ക്കുക, ഒരു ഐറ്റം നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക, അതിനുശേഷം അതിന് നേരെ ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഈക്വൽ ടു കൊടുക്കുക. അത് നിങ്ങൾക്കറിയാലോ, ഈക്വൽ ടു. അതിനുശേഷം കൗണ്ട് ഇഫ്. ഓക്കെ, കൗണ്ട് ഇഫ്. നെക്സ്റ്റ് ടാബ് അടിക്കുക, ടാബ് അറിയാലോ, ബ്രാക്കറ്റ് ഓപ്പൺ, എല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് 9. അതിനുശേഷം നമ്മുടെ ഐറ്റം ക്ലിക്ക് ചെയ്യുക. ഐറ്റം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ കൊടുക്കുക, കോമ. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് മൈദ എന്നുള്ള അല്ലേ, ഏതെങ്കിലും ഒന്ന് ഉൽപ്പന്നം കൊടുക്കണമല്ലോ. ഈ മൈദയാണ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ഇത് അറിയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, മൈദ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മനസ്സിലായല്ലോ? അതിനുശേഷം എന്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. കണ്ടോ, എൻ്റർ ചെയ്തപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞേ, 2 എന്നാണ് മൈദയുടെ അവിടെ വന്നിരിക്കുന്നത്. നോക്കുക, മൈദ എത്ര എണ്ണം ഉണ്ട്, എത്ര സെല്ലുകളിൽ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൈദ കണ്ടോ, മൈദ ഇനി അടിയിലേക്ക് എടുക്കുക, ഈ 9 കണ്ടോ, ഇത് 2 എണ്ണമായിട്ടാണ് എടുക്കുന്നത്. ഇനിയുള്ളത് നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ഈ മൈദ എന്നുള്ള സ്ഥലത്ത് റൈസ് ഫ്ലവർ കൊടുക്കുക, റൈസ് ഫ്ലവർ എൻ്റർ ചെയ്യുക.
ഈ റൈസ് ഫ്ലവർ ഒരെണ്ണുള്ളൂ അല്ലേ, അതുകൊണ്ടാണ് 1 എന്ന് കാണിക്കുന്നത്. സുഖമാണ്, എളുപ്പമാണ്, നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് മാർജിൻ ഫ്രീയിലോ മറ്റുള്ള കാര്യങ്ങളോ ചെല്ലുമ്പോൾ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യും. അപ്പോൾ റാഗി ഫ്ലവർ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റോക്കുകളൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ എന്താ ചെയ്യുക, ലിസ്റ്റുകൾ തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്താലും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഉണ്ടോ വീറ്റ് ഫ്ലവർ എൻ്റർ ചെയ്യാം, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഇത്ര മനസ്സിലായല്ലോ? നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡേറ്റ് ഇഫ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡേറ്റ് ഇഫ് എന്താണെന്ന് ആദ്യം പഠിക്കണം. 2 തീയതികൾക്കുള്ളിൽ ഇതുപോലെ ലിസ്റ്റുകൾ തയ്യാറാക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ ഫംഗ്ഷനും വേറെ വേറെ ആയിട്ടുള്ള ലിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേറെ വേറെ ലിസ്റ്റുകൾ തയ്യാറാക്കി തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡേറ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തീയതികൾക്കുള്ളിൽ എത്ര വർഷങ്ങൾ, എത്ര മാസങ്ങൾ, ദിവസങ്ങൾ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്താ ഡേറ്റഡ് ഇഫ്. കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സെല്ലിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈക്വൽ ടു കൊടുത്തു, ഡേറ്റഡ് ഇഫ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ, സ്റ്റാർട്ട് ഡേറ്റ് എന്താണ് ഇത് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം കോമ, എൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം കോമ, കൊട്ടേഷൻ എം എന്ന് പറഞ്ഞാൽ അറിയാലോ മാസത്തിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം എം, കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇത് നോക്കിയേ കണ്ട, ഈ ഡേറ്റിനും ഈ ഡേറ്റിനും ഇടയിൽ എത്ര മാസമാണ് എന്നുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത്. 12 മാസമാണെന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഏത് ഡേറ്റ് ആയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഡേയ്സ് ആണ്. എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ലിസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈക്വൽ ടു കൊടുക്കുക, സെയിം തന്നെ ഡേറ്റഡ് ഇഫ്. എന്താണ് ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് കോമ ആൻഡ് എൻഡ് ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് കോമ, കൊട്ടേഷൻ ഡേയ്സ് അല്ലേ, ഡേയ്സിന് ഡി ആണ് ക്യാപിറ്റൽ ഫസ്റ്റത്തെ അക്ഷരം, കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത് നോക്കിയേ 2587 ഡേയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡേറ്റിനും ഈ ഡേറ്റിനും ഇടയിലുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.